ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പാരന്റിംഗ് സെഷൻ ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവസരം ലഭിക്കുകയുണ്ടായി. പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമായിരുന്നു ആ ക്ലാസ്സിലുണ്ടായിരുന്ന ശ്രോതാക്കളായിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിനിടയിൽ സംവദിക്കുന്നതിനിടയിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവിന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഉമ്മയ്ക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു മുത്തം നൽകിയത് എപ്പോഴാണ്, കവിളിൽ ഒരു ചുംബനം നൽകിയത് എപ്പോഴാണ് എന്ന് ഞാൻ കുട്ടികളോട് ചോദിക്കേണ്ടായി. അപ്പോ വിരലിൽ എണ്ണാവുന്ന ചില കുട്ടികൾ മാത്രമാണ്, ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്ത് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ചില കുട്ടികൾ പറഞ്ഞു, ഈ കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ എന്താക്കിയിട്ടുണ്ട്, എൻ്റെ ഉമ്മയ്ക്ക് മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി ഭൂരിഭാഗം കുട്ടികളും ഈ അടുത്ത കാലത്തൊന്നും, അല്ലെങ്കിൽ ഓർത്ത് പറയാൻ മാത്രമുള്ള രീതിയിലൊന്നും എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഉമ്മയ്ക്ക് ഞാനൊരു മുത്തം കൊടുത്തത് എനിക്ക് ഓർമ്മയിലില്ല, അതായത് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കൊടുത്തൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന രീതിയിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ നാണത്തോടു കൂടി ഒരു ഷെയിം ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രവണത ബ്രേക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഉമ്മയ്ക്ക് കവിളിലൊരു മുത്തം നൽകിക്കൊണ്ട് ഇത് ഇവിടെ എന്താക്കണം, ഇതുവരെയുള്ള ഒരു ഐസ് ഇവിടെ ബ്രേക്ക് ചെയ്യണം. ഇനി അങ്ങോട്ടൊക്കെ ഒരു നല്ലൊരു സ്നേഹബന്ധം നിങ്ങളിൽ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഉമ്മയ്ക്ക് ഒരു മുത്തം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്ക് അതിനുള്ള സമയം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളെ മറ്റൊരു ഹാളിലേക്ക്, സെഷന് വേണ്ടി മറ്റൊരു ഹാളിലേക്ക് മാറ്റി. ഞാൻ പാരന്റിങ് സെഷൻ തന്നെ തുറന്ന സമയത്ത് ഞാൻ കുട്ടികൾ പോയ ഗ്യാപ്പിൽ രക്ഷിതാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു ചുംബനം നൽകിയപ്പോൾ നിങ്ങൾ എല്ലാവരും സന്തോഷിക്കുകയുണ്ടായി, എന്നാൽ നിങ്ങളിൽ എത്ര പേര് ആ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾക്ക് തിരിച്ചൊരു ചുംബനം കൊടുത്തിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളോട് ചോദിച്ചു. വളരെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ അതിലൊരു 3 രക്ഷിതാക്കൾ കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആരും, ആ സദസ്സിലുള്ള ആരും കുട്ടികൾ മുത്തം തന്ന സമയത്ത്, മുത്തം അമ്മയ്ക്ക് ഉമ്മയ്ക്ക് കൊടുത്ത സമയത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല. തിരിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഒരു മൈൻഡ് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ നമ്മളുമായിട്ട് വലിയ അടുപ്പമില്ല, കുറച്ചൊരു ഗ്യാപ്പാണ്. ആയിട്ടുള്ള കുട്ടികൾ ആയിട്ടുള്ള സ്നേഹബന്ധം കുറച്ചൊരു അത്ര ഭംഗിയായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലല്ല, ഒരല്പം കുറവാണ് എന്നൊക്കെ പല പാരൻസും പല രീതിയിലും സംവദിക്കുന്ന സമയത്ത്, പല ക്ലാസ്സുകളിലും സംവദിക്കുന്ന സമയത്ത്, കൗൺസിലിംഗ് സെഷനിലൊക്കെ പറയാറുണ്ട്. ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു ഉദാഹരണം, നമ്മുടെ കുട്ടി നമ്മളോട് നിർബന്ധിതാവസ്ഥയിലാവട്ടെ സ്നേഹം പ്രകടിപ്പിച്ച സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം പ്രകടിപ്പിക്കാതെ ഒരല്പം ഗ്യാപ്പ് ഇട്ട് നിന്ന ഒരു പ്രവണത ഉണ്ടായി. നമ്മളെപ്പോഴും രക്ഷിതാക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര കണ്ട് സ്നേഹം കുട്ടികളിലേക്ക് പ്രകടിപ്പിച്ചു തുടങ്ങുന്നോ ആ ഒരു റിസൾട്ടാണ് കുട്ടികളിൽ നിന്ന് നമുക്ക് തിരിച്ചും സ്നേഹമായിട്ട് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളോട് സ്നേഹിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, സ്നേഹിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ നമ്മുടെ നോട്ടത്തിലായാലും, നമ്മുടെ ഭാവത്തിലായാലും, നമ്മുടെ പെരുമാറ്റത്തിലായാലും ഒക്കെ നമ്മുടെ കുട്ടിക്ക് നമ്മുടെ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ പെരുമാറ്റം നമ്മൾ കൊണ്ടുവരണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം നല്ലൊരു സ്നേഹത്തിലുള്ള, നല്ലൊരു ദൃഢമായിട്ടുള്ളൊരു ബന്ധമായിട്ട് ആ ഒരു ബന്ധം മാറും. നമുക്ക് അറിയാം, ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ വല്ലാതെ തെറ്റുകളിലേക്കൊക്കെ പോയി വീഴുന്ന ഒരു സാഹചര്യം. തെറ്റുകളിലേക്കൊക്കെ പോകാം, തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ തെറ്റ് സംഭവിച്ച കുട്ടിയെ നമ്മൾ തെറ്റിലേക്ക് തന്നെ തള്ളിവിടാതെ സ്നേഹത്തോടെ കരകയറ്റി തിരിച്ചു കൊണ്ടുവരേണ്ടത് രക്ഷിതാക്കളായ നമ്മളിൽ നിർബന്ധിതമായ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ മക്കളുമായിട്ട് ഏറ്റവും നല്ല ഒരു സ്നേഹബന്ധത്തിലുള്ള ഒരു ബന്ധം തുടങ്ങണം. നല്ലൊരു ബന്ധം നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.